വയനാട് മണ്ണിടിച്ചിൽ ദുരന്തം നടന്ന ദിവസങ്ങൾ പിന്നിടുമ്പോഴും ദുരന്തമുഖത്ത് എത്തി നോക്കാതെ വയനാട് MP പ്രിയങ്ക വാദ്ര. തിരച്ചിൽ ഏകോപിപ്പിക്കാനോ പുനരധിവാസ നടപടികൾക്കോ സ്ഥലം MP ദുരന്തഭൂമിയിൽ എത്താത്തതിനെതിരെ വലിയ രീതിയിലുള്ള ജനരോഷമാണ് ഉയരുന്നത്. കഴിഞ്ഞ ഒരു വർഷം വെറും 3 തവണ മാത്രമാണ് ഒരു ജനപ്രതിനിധി വയനാട്ടിലേക്ക് എത്തിയിരിക്കുന്നത് എന്ന് പറയുന്നത് വളരെ സങ്കടകരമായ ഒരു വാർത്തയാണ്. ഈ വാർത്തയുടെ വിശദാംശങ്ങളുമായി അനഘ ഹർഷൻ ചേരുന്നുണ്ട്. അനഘ, കോഴിക്കോട് ഒരു MP ഉണ്ട്, പ്രിയങ്ക വാദ്ര. അത് കോഴിക്കോടല്ല, വയനാടാണ്. വയനാട്. ഞാൻ അനഘ കോഴിക്കോടായതുകൊണ്ട് അങ്ങനെ പറഞ്ഞു പോരാ. വയനാട് MP ഇത്ര വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് ആ സ്ഥലത്തേക്കൊന്ന് വരാൻ പോലും MP-ക്ക് സമയമില്ല. കാരണം MP-ക്ക് നിരവധി പരിപാടികളുണ്ട്. വല്ലപ്പോഴും മാത്രം വരുന്ന ഒരു ഗസ്റ്റ് MP-യാണ് വയനാട് ഉള്ളത്. യഥാർത്ഥ MP അല്ല, ഗസ്റ്റ് MP ആയി മാറിയിരിക്കുന്നു. അപ്പോൾ വയനാട്ടിലെ ജനങ്ങൾക്കൊപ്പം നിൽക്കാൻ, അവരുടെ പ്രശ്നങ്ങളിൽ, അവരുടെ സങ്കടങ്ങളിൽ ഒക്കെ, അല്ലെങ്കിൽ ആ സ്ഥലത്തെത്തി ഇത്തരം പ്രവർത്തനങ്ങൾക്കൊക്കെ നേതൃത്വം നൽകേണ്ട പ്രധാനപ്പെട്ട ഒരു വ്യക്തിയാണ് ഒരു മണ്ഡലത്തിൻ്റെ MP എന്ന് പറയുന്നത്. ആ MP-ക്ക് അങ്ങോട്ട് വരാൻ കഴിഞ്ഞിട്ടില്ല. പ്രിയങ്ക എവിടെ എന്നുള്ള ചോദ്യം, വലിയ പ്രതിഷേധമാണല്ലോ നാട്ടിൽ നിന്ന് ഉയരുന്നത്. അനഘ, ശില്പ, വിനോദ്, ഗുഡ് മോർണിംഗ്. വയനാടിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും ദുരന്തമുഖങ്ങൾ പേറുന്ന ഒരു നാടാണ് വയനാട്. ഈ വയനാട്ടിൽ വലിയൊരു ദുരന്തമുഖത്ത് നിൽക്കുകയാണ് വയനാട്ടിലെ ജനങ്ങൾ. കള്ളാടിയിൽ ഉണ്ടായ മണ്ണിടിച്ചിൽ 7 മരണമാണ് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ 7-ാം തീയതിയാണ് ഈ മണ്ണിടിച്ചിൽ ഉണ്ടായത്. അതിനുശേഷം ഇന്നേക്ക് 11-ാം തീയതിയിലേക്ക് എത്തുന്നു. ദിവസങ്ങൾ പിന്നിടുന്നു. ഈ ദിവസങ്ങൾ പിന്നിട്ടിട്ട് പോലും വയനാട്ടിലെ MP ആയിട്ടുള്ള പ്രിയങ്ക വാദ്ര എവിടെ എന്ന് ചോദിക്കുന്ന അവസ്ഥയിലേക്ക് വയനാട്ടിലെ ജനങ്ങൾ എത്തിയിരിക്കുന്നു എന്നുള്ള, ദുരന്തമുഖത്തേക്ക് എത്താനോ ഈ പുനരധിവാസമുള്ള കാര്യങ്ങൾ ഏകോപിപ്പിക്കാനോ ഈ MP-യുടെ ഒരു ഇടപെടലും വയനാട്ടിൽ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. ഈ കള്ളാടി മണ്ണിടിച്ചിൽ 7 മരണം ഉണ്ടായിട്ടുണ്ട്. മാത്രമല്ല, ഈ പ്രദേശത്ത് നിന്ന് ഈ പ്രദേശത്തെ ചുറ്റുപാടുമുള്ള ആളുകളെ മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. പലരും ഇപ്പോഴും കൽപ്പറ്റയിലുള്ള ഈ കേന്ദ്രത്തിൽ താമസിക്കുകയും ചെയ്യുകയാണ്. പക്ഷെ അവരുടെയൊക്കെ വലിയൊരു ആശങ്ക, ഇനി തിരിച്ച് തങ്ങൾ എങ്ങനെ വീട്ടിലേക്ക് പോകും, അല്ലെങ്കിൽ എന്താണ് തങ്ങളുടെ ഭാവി, അങ്ങനെ ഒരു ആശങ്കയുടെ നിമിഷത്തിലൂടെ കടന്നു പോകുന്ന ഒരു വലിയ സമൂഹം ഇപ്പോഴും മണ്ണിടിച്ചിന്റെ ഭാഗമായി വയനാട്ടിലുണ്ട്. ഇവരൊക്കെ ചോദിക്കുന്നത്, തങ്ങളുടെ കാര്യങ്ങൾ പറയാൻ, തങ്ങളുടെ പരാതികൾ പറയാൻ, തങ്ങളുടെ പ്രശ്നങ്ങൾ പറയാൻ ഒരു MP തങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്. പക്ഷെ ആ MP-യെ ഇന്ന് വരെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. 2025 വെറും 3 തവണ മാത്രമാണ് ഈ വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക വാദ്ര വയനാട്ടിലേക്ക് എത്തിയത് എന്നുള്ളതാണ്. അതിനുശേഷം പിന്നീട് തുടർച്ചയായി ഈ 2026 മാസങ്ങൾ പിന്നിടുകയാണ്. ഒരു തവണ മാത്രമാണ് MP വയനാട്ടിലേക്ക് എത്തിയത്. ഈ വയനാടിനെ സംബന്ധിച്ച് എല്ലാ കാലത്തും വലിയ പ്രതിസന്ധികൾ നേരിടുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ വയനാട് എന്ന് പറയുന്നത്. വന്യജീവി ആക്രമണമുണ്ട്, കൃഷിനാശമുണ്ട്. ദിവസേന കാട്ടാന ആക്രമണത്തിലൊക്കെ തന്നെ മേപ്പാടിയിൽ ഒരു വർഷത്തിനിടെ 5-ലധികം മരണങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്ന ഗുരുതര സാഹചര്യമൊക്കെയുണ്ട്. പക്ഷേ ഈ പ്രശ്നങ്ങളുടെയൊക്കെ കടന്നു പോകുമ്പോൾ പോലും ഒരു MP-യുടെ ഇടപെടൽ ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും സങ്കടകരം. മാത്രമല്ല, ഈ വിഷയം, ഈ കള്ളാടി മണ്ണിടിച്ചിലുമായി ബന്ധപ്പെട്ട് ഈ പ്രിയങ്ക വാദ്ര ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ മാത്രമാണ്, അതായത് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നു എന്ന ഒരു ഫേസ്ബുക്ക് കുറിപ്പിടുക മാത്രമാണ്, അതായത് ഒരു സെലിബ്രിറ്റി സ്റ്റാറ്റസിലൂടെ മാത്രം വയനാട്ടിലേക്ക് വല്ലപ്പോഴും എത്തി നോക്കുന്നു. വയനാട്ടിലെ ജനങ്ങളിലേക്ക് എത്തി ഒരു കൈ കൊടുത്ത് പിരിയുന്ന ബന്ധം മാത്രമേ വയനാട് MP ആയിട്ടുള്ള പ്രിയങ്ക വാദ്രയ്ക്ക് വയനാടുമായിട്ട് ഉണ്ടായിട്ടുള്ളൂ എന്നുള്ളതാണ്. വയനാടിനെ സംബന്ധിച്ച് മറ്റ് ജില്ലകളെ ഒന്നും പോലെയല്ല എന്നുള്ളതാണ്. അതായത് ഈ വയനാട്ടിൽ ആദിവാസി സമൂഹമുണ്ട്. ഈ ആദിവാസി സമൂഹത്തിന് ഒരു ഗ്രൗണ്ട് ലെവലിൽ ഇറങ്ങി ആരാണ് ഈ പ്രിയങ്ക വാദ്ര, നിങ്ങളുടെ MP എവിടെ എന്ന് ചോദിച്ചാൽ അവർക്ക് അറിയാത്തൊരു സാഹചര്യമുണ്ട്, അവർ കൈമലർത്തുന്ന ഒരു സാഹചര്യമുണ്ട്. കാരണം അത്ര പോലും ഈ MP വയനാടിനെ സംബന്ധിച്ച് ആ ഭാഗത്തേക്ക് എത്തി നോക്കാറില്ല എന്നുള്ളതാണ്. ഇതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഇത്ര വലിയൊരു ദുരന്തം. വയനാടിനെ സംബന്ധിച്ച് ചൂരൽമല ദുരന്തം പേറി അതിന്റെ ദുഃഖം ഇപ്പോഴും മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരു വലിയ ജനസമൂഹമുണ്ട്. അവരുടെ പ്രശ്നങ്ങൾ ഇപ്പോഴും പരിഹരിക്കപ്പെട്ടിട്ടില്ല. പുനരധിവാസത്തിന്റെ വാർത്ത നമ്മൾ തന്നെയാണ് ആദ്യം പുറത്തു കൊണ്ടുവന്നത്. വയനാട് മെഡിക്കൽ കോളേജിന്റെ അവസ്ഥ, ഇങ്ങനെ ഒരു വലിയ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ജില്ല കൂടിയാണ് വയനാട്. അവിടെയാണ് MP ഒരു രീതിയിലും MP-യുടെ പ്രിയങ്ക വാദ്രയുടെ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിൽ ഇത്ര വലിയൊരു ദുരന്തം, 7 മരണം ഉണ്ടായിട്ടുണ്ട്. ഇനിയും ആശങ്കയാണ്. കേരളത്തിനെ സംബന്ധിച്ച്, വയനാടിനെയും ഒക്കെ
സംബന്ധിച്ച ഒരു വലിയ പദ്ധതിയാണ്, നിർണായക പദ്ധതിയാണ് ഈ തുരങ്കപാത എന്നുള്ളതിന്. അതും ഒരു അനിശ്ചിതത്തിൽ നിൽക്കുകയാണ്. ഈ വിഷയത്തിലൊക്കെ എന്താണ് എം പിക്ക് പറയാനുള്ളത്, അല്ലെങ്കിൽ എന്താണ് എം പിക്ക് ബോധ്യപ്പെടുത്താനുള്ളത്, ഇതൊന്നും അറിയാത്തൊരു സാഹചര്യമുണ്ട്. ഒരു രീതിയിലും വയനാട്ടിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾക്ക് ഇടപെടാനോ അല്ലെങ്കിൽ അവിടേക്കൊന്ന് എത്തി നോക്കാൻ പോലും ഈ പ്രിയങ്ക വാദ്രയ്ക്ക് എം പിക്ക് കഴിയുന്നില്ല എന്നുള്ളതാണ്. വലിയ ജനരോഷം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ആ പ്രദേശത്ത് നിന്ന് ഉണ്ടാകുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഒരു ഫേസ്ബുക്ക് കുറിപ്പ് മാത്രം, ഇത്ര 7 ജീവനുകൾ നഷ്ടപ്പെട്ട ഈ ഒരു സാഹചര്യത്തിൽ ഒരു ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ദുഃഖം രേഖപ്പെടുത്തുന്ന ഒരു എം പിയെ തങ്ങൾക്ക് വേണ്ട, അങ്ങനെ ഒരു എം പി എന്തിനാണ് തങ്ങൾ ജയിപ്പിച്ചു എന്നൊക്കെയുള്ള ചോദ്യം ജനങ്ങൾക്കിടയിൽ നിന്ന് തന്നെ ഉയരുന്ന സാഹചര്യമാണ്. എന്തായാലും അധികം വൈകാതെ തന്നെ എം പി എവിടെ എന്നുള്ളൊരു, പ്രിയങ്ക വാദ്ര എവിടെ എന്നുള്ളൊരു പോസ്റ്റർ വയനാട്ടിൽ ഉയരാനുമുള്ള സാധ്യതയുണ്ട്. ശില്പ, വിനോദ്. അതെ, നേരത്തെയും നമ്മൾ കണ്ടതാണ് ഈ വയനാട്ടിൽ ദുരന്തം ഉണ്ടായപ്പോഴും, അനഘ, ഈ വയനാട്ടിൽ വലിയ ദുരന്തം ആ ഭൂമിയിൽ ഉണ്ടായപ്പോഴും അവിടെ നേരത്തെ എം പി ആയി ഇരുന്ന ആള് രാഹുലാണ്. തീർച്ചയായിട്ടും ചൂരൽമല ദുരന്തമുണ്ടായ ഇടത്തേക്ക് രാഹുൽ ഗാന്ധി എത്തുന്നത് ഒരുപാട് വൈകിട്ടാണ്, വളരെ വൈകിയാണ് രാഹുൽ എത്തുന്നത്. അതും വലിയ പ്രതിഷേധത്തിന് കാരണമായിരുന്നു. അപ്പോൾ അത്തരം നാട്ടിലെ സ്വന്തം മണ്ഡലത്തിലുണ്ടാകുന്ന ഇത്തരം പ്രശ്നങ്ങളിൽ ഇടപെടാൻ ആ സ്ഥലത്തെ നേരത്തെയുള്ള എം പിക്കും ഇപ്പോഴുള്ള എം പിക്കും കഴിയാതെ പോകുന്നു. അങ്ങനെ തന്നെയല്ലേ അനഘ? തീർച്ചയായും വിനോദ്, ഈ സാഹചര്യത്തിൽ ഇപ്പോൾ ആ പ്രദേശത്തെ കോൺഗ്രസ്സുകാരോടക്കം ഈ വിഷയം ഉന്നയിക്കുമ്പോൾ തങ്ങൾക്ക് ഇത്ര ദുരന്തമുഖത്ത് എന്തുകൊണ്ട് എം പി എത്തുന്നില്ല എന്നൊക്കെ കോൺഗ്രസ്സുകാരോട് ചോദിക്കുന്ന സമയത്ത് അവർ നൽകുന്ന മറുപടിയാണ് ഏറെ രസകരം എന്ന് പറയുന്നത്. അവർ പറയുന്നത് ഈ വയനാട്ടിലെ ജനങ്ങൾ ജയിപ്പിച്ചു വിട്ടിട്ടുണ്ട്, ബാക്കി അവർ നോക്കിക്കോളും എന്നൊക്കെ തന്നെയാണ് പറയുന്നത്. പക്ഷേ ഈ വയനാട്ടിലെ ഈ എം പിയുടെ വിജയം പോലും എന്ന് പറയുന്നത്, അവിടെ നിന്ന് ഉയരുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, അതായത് മുസ്ലിം ലീഗിന്റെ കാരുണ്യം കൊണ്ട് ജയിച്ചു പോകുന്നതാണ്, അല്ലാതെ കോൺഗ്രസിന്റെ ഒരു വലിയ ജനങ്ങളുടെ ഒരു ഇഷ്ടം കൊണ്ട് ജയിപ്പിച്ചു പോകുന്നതല്ല എന്നൊക്കെയുള്ള കാര്യങ്ങൾ അവിടെ നിന്ന് ഉയരുകയും ചെയ്തിട്ടുണ്ട്. നമ്മൾ കണ്ടതാണ് 300-ലധികം ആളുകളുടെ ജീവൻ നഷ്ടപ്പെട്ട ചൂരൽമല ദുരന്തം. ആ സമയത്ത് രാഹുൽ ഗാന്ധി ആയിരുന്നു എം പി. ആ രാഹുൽ ഗാന്ധിക്കൊപ്പം അന്ന് ദിവസങ്ങൾ പിന്നിട്ടതിന് ശേഷം മാത്രമായിരുന്നു രാഹുൽ ഗാന്ധി അടക്കം അന്ന് ദുരന്തമുഖത്തേക്ക് എത്തി നോക്കിയത്. സമാന സാഹചര്യം തന്നെയാണ് ഇപ്പോൾ വയനാട്ടിൽ കള്ളാടിയിലെ മണ്ണിടിച്ചിലും ഉണ്ടായിരിക്കുന്നത്. ഈ സംഭവം നടന്ന് ദിവസങ്ങൾ പിന്നിടുകയാണ്. രക്ഷാപ്രവർത്തനം തുടരുന്നുണ്ട്, അതിന്റെ അവിടെ സജ്ജീകരണ പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ എം പിയുടേതായ ഒരു ഇടപെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. ഒരു ഫേസ്ബുക്ക്, ഇത്ര വലിയൊരു ദുരന്തം നടന്ന് തന്നെ ജയിപ്പിച്ചു വിട്ട ആളുകളോട് തനിക്കൊരു ഉത്തരവാദിത്തം ഇല്ലേ എന്നുള്ളതാണ് പ്രതിപക്ഷ രാഷ്ട്രീയ പാർട്ടികളടക്കം ചോദിക്കുന്നത്. ഒരു ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ താൻ ദുഃഖത്തിൽ പങ്കുചേരുന്നു, ഏകോപിപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 4 വരി ഇട്ടുകൊണ്ട് നിൽക്കാൻ എങ്ങനെയാണ് ഒരു എം പിക്ക് കഴിയുക എന്നൊക്കെ തന്നെ ചോദിക്കുന്നുണ്ട്. മുൻ സാഹചര്യങ്ങളൊക്കെ എടുത്താൽ വലിയ വിമർശനം പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ, അണികൾക്കിടയിൽ നിന്ന് തന്നെ, കോൺഗ്രസിന്റെ അണികൾ തന്നെ പറയുന്നുണ്ട്. വലിയ വിമർശനം, എം പി വരാത്തതിൽ അവർ വലിയ ജനരോഷം ഉയരുന്ന സാഹചര്യത്തിൽ അവർ തന്നെ അത് ബോധ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. എന്തായാലും ഈ സാഹചര്യത്തിൽ ഇനി ദിവസങ്ങൾ പിന്നിട്ട് ഈ പ്രശ്നങ്ങളൊക്കെ ഒരുതരം പരിഹരിച്ച് കഴിയുന്ന സമയത്താണ്. വളരെ വ്യക്തമാണ്, വയനാട്ടിൽ കള്ളാടിയിൽ ഇത്ര വലിയ ഒരു ദുരന്തമുണ്ടായിട്ട് സ്ഥലത്തെ എം പി പ്രിയങ്ക വാദ്രയ്ക്ക് അനുശോചനക്കുറിപ്പ് ഇറക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. സ്ഥലത്ത് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത്. എന്തിനാണ് ജനപ്രതിനിധി ഇവരെ വിളിക്കുന്നത് എന്ന് പോലും നമ്മൾ ചിന്തിക്കേണ്ട ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകേണ്ടത് എന്ന് പറയുന്നത്.